മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന്റെ ഭാഗമായി ഉപ്പുതറ മുത്തൻപടി മുതൽ അയ്യപ്പൻകോവിൽ അമ്പലപ്പടി വരെയുള്ള വനാതിർത്തിയിലെ സോളാർ ഫെൻസിംഗ് നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നു. മാക്കപ്പതാൽ മുതൽ വൻമാവ് വരെയുള്ള ഫെൻസിംഗ് ആണ് മാസങ്ങൾ കഴിഞ്ഞിട്ടും പൂർത്തിയാക്കാൻ കഴിയാത്തത്. ഈ പ്രദേശത്ത് കാട്ടാന ശല്യവും രൂക്ഷമായി കഴിഞ്ഞു. മുത്തമ്പടി മുതൽ അമ്പൽക്കട വരെ 8 കിലോമീറ്റർ ദൂരമാണ് വന്യമൃഗ ലഘൂകരണത്തിനായി ഹാങ്ങിങ് ഫെൻസിംഗ് നിർമ്മിക്കുന്നത്. മാക്കപ്പതാൽ ജണ്ടാപ്പടി മുതൽ അമ്പലപ്പടി വരെ 2 കിലോമീറ്റർ ഫെൻസിംഗ് ചാർജ് ചെയ്തിരുന്നു. ബാക്കിയുള്ള 6 കിലോമീറ്റർ ദൂരത്തുള്ള ഭാഗം നിർമ്മാണം ആരംഭിച്ചിട്ട് 6 മാസങ്ങൾ കഴിഞ്ഞു. നിർമ്മാണം ആരംഭിച്ച് 1 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കുമെന്നാണ് അധികൃതർ പറഞ്ഞിരുന്നത്. എന്നാൽ നിർമ്മാണം ആരംഭിച്ചിട്ട് 6 മാസം കഴിഞ്ഞിട്ടും ഇനിയും എങ്ങും എത്തിയിട്ടില്ല. ഈ ഭാഗത്ത് കാട്ടാന ശല്യം കാരണം കർഷകർ പൊറുതിമുട്ടിയിട്ടും അധികൃതർ നടപടി വേഗത്തിലാക്കിയില്ലെന്നും ആരോപണമുണ്ട്. മാക്കപ്പതാൽ കൂപ്പാറ ഭാഗങ്ങളിൽ കാട്ടാന ശല്യം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് അതിവരുത്താൻ വേണ്ടി ഫെൻസിങ് സ്ഥാപിച്ചെങ്കിലും അമ്പലക്കവല കടവ് മുതൽ മാക്കപ്പതാൽ വരെ പണി പൂർത്തീകരിക്കുകയും അത് നല്ല രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അവിടുന്ന് മാക്കപ്പതാൽ മുതൽ വൻമാവ് വരെയുള്ള ഭാഗങ്ങളെ പണി എഴഞ്ഞു നീങ്ങുകയും ഇതുവരെ കമ്മീഷൻ ചെയ്യാത്ത മൂലം ആ മേഖലയിലുള്ള ആളുകൾ ഇപ്പോഴും കാട്ടാന ശല്യം അതിരൂക്ഷമായ രീതിയിൽ അവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെയും നമ്മുടെ കൂപ്പാറ പ്രദേശങ്ങൾ വരികയും അവിടെ വന്ന ആൾക്കാരുടെ തെങ്ങും പനയൊക്കെ പറിച്ച് ആന തേങ്ങ നശിപ്പിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിരിക്കുന്നു. ഈ പണി എഴഞ്ഞു നീങ്ങിയാണ്. ആ ഇരിക്കുന്ന കോൺട്രാക്ടർമാരുടെ മേലിൽ ഫോറസ്റ്റുകാർക്ക് ആർക്കും യാതൊരു അധികാരവുമില്ല. ഇതുമൂലം കർഷകർ വീണ്ടും കഷ്ടപ്പെടുന്ന അവസ്ഥയാണുള്ളത്. അമ്പലക്കടവ് മുതൽ ഫെൻസിംഗിന്റെ തുടർച്ചയായ മെയിന്റനൻസിനായി ആറാട്ട് ടീമുകൾ ഉപയോഗിച്ചിരിക്കുകയാണ്. കൂടാതെ 10 പേരുടെ മൊബൈൽ ഫോണിലേക്ക് അലർട്ട് വരാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. അതിനാൽ അമ്പലക്കടവ് ഭാഗത്ത് കർഷകർ ഇപ്പോൾ ആശ്വാസത്തിലാണ്. എന്നാൽ മാക്കപ്പതാൽ മുതൽ വൻമാവ് വരെ നിരന്തരം കാട്ടാന ശല്യം തുടരുകയാണ്. കഴിഞ്ഞ ദിവസം കാട്ടാന കൃഷിയിടത്തിൽ ഇറങ്ങി പനിയും തെങ്ങും മറ്റും പിഴുത് വലിയ നാശനഷ്ടമാണ് ഉണ്ടാക്കിയത്. അടിയന്തരമായി സോളാർ തൂക്ക് കമ്പി വേലിയുടെ നിർമ്മാണം പൂർത്തിയാക്കി കർഷകരുടെ ദുരിതം അവസാനിപ്പിക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.